ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രക്ഷയില്ലാത്ത ചിക്കൻ കറിയുമായിട്ടാണ്. അസാധ്യ ടേസ്റ്റാണ്, എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഹൈദരാബാദി ഗ്രീൻ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒരു മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. കശുവണ്ടി, ഉണക്കമുന്തിരി, ബദാം, പിസ്ത നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാവേ. പിന്നെ നല്ല കട്ട തൈര്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 3-4 പീസ് വെളുത്തുള്ളിയും, പിന്നെ പുതിന, മല്ലിയില, കുറച്ച് കറിവേപ്പില, ഒരു 4-5 പച്ചമുളക്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബോൺലെസ് ചിക്കനാണ്, ബോണുള്ളതായാലും മതി. ആദ്യം നമുക്ക് പാൻ വെച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഇതുപോലെ ബ്രൗൺ കളർ ആയാലും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിന് വേണ്ട മസാലക്കൂട്ടൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിനായി മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുത്താൽ മതിയേ. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഈ ഇലകളെല്ലാം കൂടി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് അതും ഒന്ന് അരച്ചെടുക്കണം. ഏകദേശം ഒരു 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കിനി മസാല മിക്സ് ചേർക്കാവേ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ലെമൺ ജ്യൂസ്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന 2 കൂട്ടും കൂടെ ഇതിലേക്ക് ഒഴിക്കാവേ. ഇനി കട്ടത്തൈരും അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടുവേ. മസാലകളൊക്കെ ഒന്ന് നന്നായി സെറ്റാവും. ശേഷം ഒരു പാൻ വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഒഴിക്കാവേ. ഞാനിതിലിപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയി പോയി അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ മതിയേ. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചും പിന്നീട് ഓപ്പണാക്കി ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവേ. ഈ 15 മിനിറ്റ് വെക്കുന്നതിനിടയിൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഓപ്പണാക്കി ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇത് അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണേ. നല്ല സൂപ്പർ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, കറി നല്ല പാകത്തിന് തിക്കായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ചിക്കനാണ്.
ചപ്പാത്തിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും പൊറോട്ട അപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത തവണ കാണും വരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.